കൊലക്കേസിലെ പ്രതികൾക്ക് പരോള് നൽകുന്ന അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കുന്ന നമ്മുടെ CPM സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധമില്ലാത്ത വെറും ഒരു പോസ്റ്റിന്റെ പേരിൽ മാത്രം, വെറുതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ വീട് വളഞ്ഞ് ഒരു കൊലക്കേസ് പ്രതിയേക്കാൾ കൂടുതൽ ആർഭാടത്തോടു കൂടി ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറെ സമയങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു പോലീസിന്റെ ഒരു സംഘത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്? ഹർഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും രോഹിതേട്ടനും സംസാരിക്കുമ്പോൾ രോഹിതേട്ടൻ ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമുണ്ട്, ഈ പോറ്റിയെ കയറ്റിയ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മോദിയോട് ആവശ്യപ്പെട്ട് 2 വന്ദേ ഭാരത് ട്രെയിൻ തന്നെ വേണ്ടി വരും. അപ്പോ മേഘയടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകല്ലോ എന്ന്. നമ്മളൊക്കെ AI ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്, കാണുമ്പോ ചിരിക്കുന്ന ആൾക്കാരാണ്, ലൈക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ ഇത് കണ്ടിട്ട് ഇനി നമ്മൾ നാളെ ഒരു ദിവസം നമ്മൾ ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ചോദ്യം ബാക്കിയല്ലേ? തീർച്ചയായിട്ടും വെറുതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ്. ഇപ്പൊ ആ പോസ്റ്റിന് എന്തോരം ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും, എന്തോരം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും, എത്ര പേര് റീഷെയർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ പിണറായി വിജയൻ ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ എല്ലാം ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ള ഇല്ല കേട്ടോ, എല്ലാവർക്കും ഒന്നും ഉണ്ടാവത്തില്ല. ചിലപ്പോ നമ്മൾ കോൺഗ്രസ് നമുക്ക് ചിലപ്പോ ഉണ്ടാവുമായിരിക്കും, കാര്യം നമ്മൾ കൂടുതലും ഈ CPM തെറ്റ് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ എതിർത്ത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. BJP അനുകൂലികൾക്ക്, BJP നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ CPM തന്നെ ആളുകൾ ഇരുന്ന് CPM തന്നെ പല പ്രവർത്തകർ ഈ പോറ്റിയെ കയറ്റിയ പാട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോയൊക്കെ ആസ്വദിച്ച് കണ്ട് ചിരിക്കുന്നവരുണ്ട്. ആദ്യ ദിനങ്ങളിൽ പല CPM പ്രവർത്തകരും നമ്മുടെ ഒപ്പം ഇരുന്ന് ചിരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഫോട്ടോയിലാണെങ്കിലും AI ഇമേജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് AI ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു ദൃശ്യം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു, അത് വർഗീയ കലാപത്തിന് വഴി തെളിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ ഒരു വിഷയത്തിൽ. അത്രയും വലിയ വിഷയങ്ങൾ കേസ് എടുത്തിട്ടാണ് ഇപ്പം ഈ വ്യക്തിയെ സുബ്രഹ്മണ്യത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതേ ഫോട്ടോ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. പല മാധ്യമങ്ങളിലും ഇതിന്റെ ഫോട്ടോയല്ല വീഡിയോ ഉൾപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അവർക്കൊന്നും കേസില്ല. ഇപ്പോ KC വേണുഗോപാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും ചോദിച്ചതുപോലെ ഇതൊരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് ആയതുകൊണ്ടാണോ വിളിച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ടാൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പ്രവർത്തകരാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ്, നേതാക്കളാണ്. അപ്പൊ ഇവരെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പോലീസ് വിളിപ്പിച്ചാൽ തന്നെ നേരെ സ്റ്റേഷനിലെത്തി എന്താണ് ആവശ്യം മൊഴിയെടുക്കാൻ, ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം സഹകരിക്കുന്ന വ്യക്തി ആയിരിക്കാം അദ്ദേഹം. അത്തരത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പോൾ ഇയാളുടെ വീട് വളഞ്ഞ അയാളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് നീങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഇതിലും വലിയ ക്രൈമുകൾ ഇവിടെ നടക്കുന്നുണ്ട്, ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിനു മുൻപ് വീട് വളഞ്ഞും പിടിച്ചോണ്ട് പോയത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെയാണ്. അപ്പോഴും പിടിച്ചില്ല, വീട് വളഞ്ഞു പിടിച്ചില്ല, കാരണം അതിനുശേഷം ജാമ്യം കിട്ടിയല്ലോ, നമ്മളത് വിട്ടുപോയത്. അപ്പൊ ഈ ഒരു വാർത്ത കണ്ടപ്പോഴും ഞാൻ എന്റെ മനസ്സിലേക്ക് ആദ്യം അത് തന്നെയാണ് വന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ തന്നെ, ആരോപണം വന്നപ്പോൾ തന്നെ ഇന്ന് വരും പരാതി, നാളെ വരും പരാതി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെല്ലാരും രാഹുലിന്റെ വീടിന് കാവൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലായി അടുത്ത ദിവസങ്ങളിലായി പ്രചരിച്ച വീഡിയോയിൽ പോലും ഹെൽമെറ്റ് ഇടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. അതിന് പിന്നാലെ പോലീസുകാരുടെ ഒരു സംഘം തന്നെ പുറകെ വരുന്നതായിട്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനൊക്കെ ആവുന്നതിന് മുൻപുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തെ വീട് വളഞ്ഞ് അദ്ദേഹം എനിക്ക് തോന്നുന്നു വീട്ടിലിട്ടിരിക്കുന്ന വസ്ത്രത്തിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സോഷ്യൽ മീഡിയ ഗിമ്മിക്ക് ഉണ്ടാക്കുന്നു, ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നു. അതാണ് ഈ പോലീസും അതുപോലെ തന്നെ സർക്കാരും ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു AI വീഡിയോ, നമുക്ക് ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ, മനുഷ്യരുടെ സ്വാതന്ത്ര്യം എവിടെ? നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എന്താണോ നമുക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ മുറിപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്നുള്ളതാണ്. ഒരു AI ഫോട്ടോ പങ്കുവച്ചത് കൊണ്ട് എന്താണ് സംഭവിക്കാനുള്ളത്? നമ്മൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഒരു ചർച്ച എടുത്തിരുന്നു. ഇത്തരത്തിലൊരു നമ്മുടെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ പറഞ്ഞു ഏർപ്പെടുത്തേണ്ടതുണ്ട്, ചിലയിടങ്ങളിൽ അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ
ഈ ചില കാര്യങ്ങളിൽ ഇത് ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തമാശയായിട്ട് എടുക്കേണ്ട കാര്യമല്ലേ? അതെ, ഇതിന് പുറകെ തൂങ്ങിക്കൊണ്ട് കൂടുതൽ വള്ളി പിടിക്കുന്നതാണ് ഇപ്പൊ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈ ഒരു പോസ്റ്റ് കണ്ടു, ഒരുപക്ഷെ അവരും താഴെ ഒരു ലൈക്ക് ചെയ്ത് വിടുവാണെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോകേണ്ടിയിരുന്ന ഒരു പോസ്റ്റ് ഇത്രത്തോളം വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് തന്നെയാണ്. ഭയപ്പെടുത്താൻ, പൊതുജനത്തെ ഭയപ്പെടുത്തി വായടപ്പിക്കാനുള്ള ശ്രമം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. CPM-നെതിരെയോ പിണറായി വിജയനെതിരെയോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ കമന്റ് ഇടുകയോ എന്തെങ്കിലും ഇത്തരത്തിൽ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്നത് സ്ഥിരം വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ മുൻപായിരുന്നു തൃശ്ശൂരിൽ നിന്നും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇത്തരത്തിൽ ഒരു വിമർശനങ്ങൾക്കും അതീതമാണ് CPM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് ശരി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പത്മകുമാറിനെയും വാസുവിനെയും പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയാൽ തീരാവുന്ന ഒരു ചിത്തപ്പേരാണ് ഇപ്പൊ നിലവിൽ CPM-നുള്ളൂ. ഇനിയിപ്പോ വരും സമയങ്ങളിൽ മറ്റു പല നേതാക്കന്മാരുടെയും കൂടെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോസ് പുറത്തു വരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെയുള്ള ഫോട്ടോ പുറത്തു വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെവിക്ക് പിടിക്കുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിക്ക് പിടിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. ഇതിനെ സംബന്ധിച്ചുള്ള AI വീഡിയോസ് ഇറങ്ങിയിരുന്നു. നമ്മളെല്ലാം വളരെ രസകരമായി അത് കാണുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഒറിജിനലും ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിലിപ്പോ നിലവിൽ ഏതാണ് ഒറിജിനൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. CPM പ്രവർത്തകർക്ക് ഞാനും രാഹുലേട്ടൻ രാവിലെ ചർച്ച ചെയ്തപ്പോ രാഹുലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. CPM നേതാക്കന്മാരുടെ കൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. ആ ചിത്രങ്ങളെല്ലാം ആണ്, നേരത്തെ പറഞ്ഞേക്കാം. ഇനിയിപ്പോ ഓരോ ഫോട്ടോ വരുമ്പോഴും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കിയതാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കൂടെ വരുന്ന എല്ലാ ഫോട്ടോയും ആണ്. ഞങ്ങൾക്ക് ഇദ്ദേഹമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഈ സോണിയാഗാന്ധിയുടെ കൂടെ അല്ലെങ്കിൽ അതെ VD സതീശന്റെ പുറകിൽ നിൽക്കുന്ന വട്ടം ഇട്ട് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഇതൊക്കെ ഒറിജിനലാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ളതും അല്ലെങ്കിൽ CPM നേതാക്കന്മാരുടെ കൂടെ ഉള്ളതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകളാണ്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീടിന് ചുറ്റും വളഞ്ഞു നിന്നുകൊണ്ട് ആ പോലീസുകാരെ വളഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട്. പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ അതിനുപോലും സമ്മതിക്കാതെ മൊഴിയെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. എന്ത് ഇനി ഈ സ്വർണ്ണപ്പാളി എവിടെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് കോൺഗ്രസിന്റെ പല വീടുകളിലും ഉണ്ട് എന്ന് പറഞ്ഞ് പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പോലീസുകാർ തന്നെ തൊണ്ടി മുതൽ കൊണ്ടുപോയി ഒരു വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു, അവർ തന്നെ പോയി കണ്ടുപിടിക്കുന്നു, അവിടെയുള്ള വ്യക്തി ഈ സംഭവത്തിനെതിരെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, VD സതീശൻ അടക്കമുള്ള നേതാക്കളെല്ലാം ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇത് ബുൾഡോസർ രാജാണോ, നമ്മൾ ഇതെന്താണ്, കേരളമല്ലേ, കേരളത്തിലെ പോലീസ് അല്ലേ, എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ശക്തമായ സ്വരം ഉയർത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് ചോദിച്ചാലും ഉത്തരമില്ലാത്ത സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉത്തരം കിട്ടുമെന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും. പിന്നെ പോലീസുകാർക്ക് ഒരു പരിമിതികളുണ്ട്. കാരണം അവർക്ക് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ മുകളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവരിത് ചെയ്യുമ്പോൾ നമ്മളിൽ പലരും ഈ പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യത്തെ പോലീസ് കൊണ്ടുപോയ പോലീസിനെ മാത്രം വിമർശിച്ചത് കൊണ്ടായില്ല. അതിനപ്പുറം അവരുടെ മുകളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഒരു പ്രഷറുണ്ട്. നമ്മൾ പലരും അത് കാണുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പോലും ചിലപ്പോൾ അറിയാം ഇതൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ന്യായം, ഇതൊക്കെ അനീതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടി വരുന്ന അവരുടെ നിവർത്തികേടിനെ നമ്മൾ സഹതാപത്തോടു കൂടിയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളതാണ്. ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ മറ്റു പല നേതാക്കന്മാരുടെയും കൂടെയുള്ള ഫോട്ടോകൾ പുറത്തു വരും. മറ്റു പലരും ഇത് പോസ്റ്റ് ചെയ്യും. മറ്റു പലരും ഇപ്പം നേരത്തെ മേഘ പറഞ്ഞതുപോലെ വന്ദേ ഭാരത് പോരാതെ വരുമായിരിക്കും ചിലപ്പോൾ ഈ ഫോട്ടോ. തീർച്ചയായിട്ടും.